അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ കാണാൻ പോകുന്നത് എൻ്റെ നമുക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. EV-യിലാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ EV-യിൽ ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. ഇതിലെല്ലാം കണക്ട് ചെയ്ത് 80% ബാലൻസ് ഉള്ളത്, അത് ബാക്കിയുള്ള ചാർജിങ് കാര്യങ്ങളിലും കാണിക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ഐസ്ക്രീം റോബോട്ടാണ് ഇത് ടു ഗ്രീൻ വേൾഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, വെൽക്കം ടു DMD ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കൊച്ചിയിലേക്കാണ്. അപ്പോൾ കൊച്ചിയിൽ അവിടെ ചുമ്മാ കുറച്ച് കറങ്ങാനും വേറെ കുറച്ച് ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൊച്ചിക്ക് പോകുന്ന ട്രിപ്പാണെന്ന് കാണാൻ പോകുന്നത്. എൻ്റെ നമുക്ക് കുറച്ച് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. EV-യിലാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ EV-യിൽ ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഒരു 70% ചാർജിൽ നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ട്രാവൽ ചെയ്തപ്പോൾ എല്ലാവർക്കും ഒന്നും മടുപ്പായി. അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് ഒരു നല്ല ചൂട് പപ്സും കാര്യങ്ങളെല്ലാം കഴിച്ച് ഒരു കോഫി എല്ലാം കുടിച്ച് വീണ്ടും ട്രാവലിംഗ് തുടങ്ങി. അങ്ങനെ ഒരു 30% ഒക്കെ ആവറായപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് നിർത്തിയിട്ട് രണ്ടാമതും കൂടെ ചാർജ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു അങ്കമാലി എല്ലാം കഴിഞ്ഞിട്ട് ടാറ്റയുടെ ഒരു ഷോറൂമിൽ ടാറ്റയുടെ ചാർജിങ്ങിലാണ് നിർത്തിയത്. ഞങ്ങൾ അങ്കമാലി കഴിഞ്ഞ് ടാറ്റയുടെ ഒരു ഷോറൂമിലാണ്. ടാറ്റയുടെ ഷോറൂമിൽ ഇവിടെ സർവീസ് ലോഞ്ച് ഉണ്ട് കേട്ടോ, കസ്റ്റമർ ലോഞ്ച് സർവീസ് സെന്ററിൽ. അപ്പൊ അവിടെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് ക്യാരി ചെയ്തായിരുന്നു. അപ്പൊ ചോറും തേങ്ങ അരച്ച ചെമ്മീൻ കറിയും കൂടിയുണ്ട്. അതും കൂട്ടി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനോടൊപ്പം നമ്മുടെ വണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 80% ചാർജ് ആകും. അപ്പൊ 70%. അപ്പൊ ഇത്രയും ഓടി വന്നപ്പോൾ ഏകദേശം ഒരു 21% ആയി. അപ്പൊ അത് ചാർജിങ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ അത് ചാർജ് ആവുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഫുഡും കഴിക്കാന്ന് വെച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കൊച്ചിനെത്തി. അപ്പോൾ അച്ഛൻ ഓഫീസ് വർക്കിനായിട്ട് പോയി. ഞാനും ദാവിദും താനും അവിടെയൊക്കെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അവിടുത്തെ ഫുഡ് കോർട്ടും അതുപോലെ തന്നെ ഈ പ്ലേ ഏരിയയിലൊക്കെ കളിച്ച് നല്ലൊരു വ്യൂ ആയിരുന്നു, സീ വ്യൂ ഒക്കെ കണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ റിലാക്സ് ചെയ്തിരുന്നു. ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ടു 1 hour അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റായിട്ട് നമുക്ക് ചാർജിങ് കൂടി ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഓഫീസ് വർക്ക് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഞങ്ങൾ നേരെ വിട്ടത് ഒബറോൺ മോളിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ വണ്ടി ചാർജിങ് ഇടുകയും ചെയ്തു. അവിടെ EV ചാർജിങ്ങിൻ്റെ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലുലു മോൾ എടപ്പള്ളിയിലുണ്ട്. പക്ഷേ അവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്. മോളും ക്രൗഡഡ് ആണ്, ചാർജിങ്ങും ക്രൗഡായിരുന്നു. നമ്മളങ്ങനെ ഒബ്രോൺ മോളിൽ എത്തി. ഇവിടെ നമ്മൾ ചാർജ് ചെയ്യാണ്. ഗോയിസിയുടെ ചാർജിങ് ആണ്. നമ്മൾ ചാർജറെല്ലാം കണക്ട് ചെയ്ത് 80% ബാലൻസ് ഉള്ളത്, അത് ബാക്കിയുള്ള ചാർജിങ് കാര്യങ്ങളിലും കാണിക്കുന്നുണ്ട്. ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മാളിൽ നിന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും ചാർജിങ് ആവും. ബ്രൗൺമാറിൽ പാർക്കിംഗ് ഏരിയയിലാണ് ചാർജിങ് വരുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് പാർക്കിംഗ് ഏരിയയിൽ പാർക്കിംഗ് ഫീ ഒന്നും കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ ചാർജിങ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ അത് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 20% ആയതുകൊണ്ട് തന്നെ ഒരു 1 hour പിടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മാളിൽ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഒരു ഓറിയോയുടെ ഒരു സോഫ്റ്റ് സെർവ്, ഒരു നോർമൽ വാനില സോഫ്റ്റ് സെർവാണ് മേടിച്ചത്. അത് കഴിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ടൈമെല്ലാം കളഞ്ഞിങ്ങനെ സ്പെൻഡ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. റിലയൻസിൻ്റെ തന്നെ ഡിജിറ്റൽ, ട്രെൻഡ്സ്, സ്മാർട്ട്, പിന്നെ അതുപോലെ തന്നെ എല്ലാം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നല്ല ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട്. അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട്. പിന്നെ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമ കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതെല്ലാം നടക്കുകയും ചെയ്യും. ഇനി ചൂടൊക്കെ ആയത് കാരണം കൂടുതലും മാളിൽ സ്പെൻഡ് ചെയ്യാണ് നല്ലത്. പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര ചൂടല്ലേ പുറത്ത്. ലിയോ 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 ഗണപതി ചിക്കിങ് ഇന്ന് ഒരു തന്തൂരി ബൈറ്റ്സ് എടുത്തു. പല വെൻഡിങ് മെഷീൻസും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ വ്യത്യസ്തമായ ഒരു ഐസ്ക്രീം വെൻഡിങ് മെഷീനാണ് നമ്മൾ ഈ കാണുന്നത്. പല വെറൈറ്റി വനില, ചോക്ലേറ്റ്, ഇഷ്ടമുള്ള ടോപ്പിങ്സും സോസും ഇട്ടിട്ട് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു വെറൈറ്റി ഐസ്ക്രീം റോബോട്ടാണ് ഇത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഫ്ലേവർ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത് ഇനോഗ്രൽ ഓഫർ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫറിലായിരുന്നു നമുക്ക് അവൈലബിൾ ആയത്. അതിനുശേഷം ടോപ്പിങ്സ് ആയിട്ട് സോസും പിന്നെ സ്പ്രിങ്ക്ലേഴ്സും ജേംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഒരു കപ്പ് അവിടെ വരുന്നതാണ്. അതിനുശേഷം നമുക്ക് ഐസ്ക്രീം ഫില്ലാവും. പിന്നെ സോസ് നമ്മൾ സ്ട്രോബെറി സോസ് ആയിരുന്നു സെലക്ട് ചെയ്ത് ആ സോസ് അതിലോട്ട് ഫില്ലായതിനു ശേഷം സ്പ്രിങ്ക്ലേഴ്സും ജംസും ടോപ്പിങ്സ് ഒക്കെ ഇടും. അപ്പോൾ നമ്മളത് ഇടുന്ന കാലം മുമ്പിൽ സ്കാൻ ചെയ്തിട്ട് ഗൂഗിൾ പേ വഴി പേ ചെയ്യും. പിന്നെ ഒരു കുഞ്ഞൊരു ഓപ്പണിങ്ങിൽ ഈ ഐസ്ക്രീം നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം സ്പൂണും ഇട്ടിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പ്ലാന്റ് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒബ്രോൺ മോളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ മസ്റ്റ് വിസിറ്റ് ഒരു സ്റ്റോറാണിത്. വെൽക്കം ടു ഗ്രീൻ വേൾഡ് എന്ന് പറയുന്നത്. പല പല പ്ലാന്റ്സിൻ്റെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, ഇൻഡോർ ആവട്ടെ ഔട്ട്ഡോർ ആവട്ടെ ബാൽക്കണി സെറ്റിംഗ് ആവട്ടെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും.
അപ്പോൾ മോളിൽ നിന്ന് 100% ചാർജ് ആയിരുന്നു. നമുക്ക് ഒറ്റ ചാർജിൽ ഇതിനെ വീട്ടിൽ നിന്ന് 100% ചാർജ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കൊച്ചിനെത്താം. വീണ്ടും കൊച്ചിനൊന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിൻ ടു വീടെത്താവുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് 70% ചാർജ് മാത്രം പോകാൻ നേരത്തുള്ളത് കാരണം നമുക്ക് 2 ചാർജിങ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഡിന്നറിനായിട്ട് കടവ് റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ മലൂസ് ധാബയുടെ തൊട്ടടുത്താണ് 2 റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ആയിരിക്കുന്നത്. കടവിലാണ് നമ്മൾ ഡിന്നർ കഴിച്ചത്. ഡിന്നറിനായിട്ട് അവിടെ ഓർഡർ ചെയ്തത് വെറൈറ്റി ഓഫ് സീ ഫുഡ്സ് ഉണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ സീ ഫുഡ്സ് മീൽസും അതുപോലെ തന്നെ ചട്ടിച്ചോറൊക്കെ ഉച്ചയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സൂപ്പ് എടുത്തു, പിന്നെ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും ബട്ടർ നാനൊക്കെ കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രം GMD ഫാമിലി. ഇത് ഒബറോൺ മോളിൻ്റെ വ്യൂസ് ആണ്. എല്ലാ ഔട്ട്ലെറ്റ്സും ഒബറോൺ മോളിൻ്റെ അകത്തുണ്ട്. ഫൺ സ്കൂളിൻ്റെ, പേലസും, റിലയൻസിൻ്റെ എല്ലാ ഔട്ട്ലെറ്റ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഒബറോൺ മോളിൽ ചെല്ലാം. ചാർജിങ്ങും ചെയ്യാം, ഷോപ്പിങ്ങും ചെയ്യാം.